1953 സീറോ മലബാർ സഭ വിസിറ്റ് ചെയ്ത വത്തിക്കാൻ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദിനാൾ യൂജീൻ ടെസറാങ്ങിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. ഞാൻ സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നു. കാരണം അതിൻ്റെ ചരിത്രം ഞാൻ അറിയുന്നു. തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ രൂപം കൊണ്ട ഇന്ത്യയിലെ പുരാതനമായ ക്രൈസ്തവ സമൂഹം മർത്തോമ നസ്രാണികൾ എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നു. പുരാതന കാലം മുതലേ സുറിയാനിയായിരുന്നു മർത്തോമ നസ്രാണികളുടെ ആരാധന ഭാഷ. അതിനാൽ തന്നെ സുറിയാനിക്കാർ എന്നും മർത്തോമ നസ്രാണികളെ മറ്റുള്ളവർ വിളിച്ചിരുന്നു. കത്തോലിക്ക സഭയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന 6 റീത്തുകളിൽ ഒന്നായ കൽദായ സുറിയാനി റീത്തിലെ ആരാധനക്രമം തന്നെയാണ്, അതായത് പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് നമ്മുടെ സഭയിലും പുരാതന കാലം മുതലേ ഉപയോഗിച്ച് പോന്നിരുന്നത്. തോമാസ് ലീഹായിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ പൈതൃകമാണ് സുറിയാനി ഭാഷ എന്ന് നമ്മുടെ പൂർവികർ വിശ്വസിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്തിരുന്നു. ഈശോ മിശിഹായുടെ തന്നെ മാതൃഭാഷയായ അറമായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാഭേദവും സാഹിത്യ ഭാഷയുമാണ് സുറിയാനി. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൻ്റെ പിള്ളത്തൊട്ടിലും പ്രധാന കേന്ദ്രവുമായിരുന്ന ഈസ്റ്റേൺ ടർക്കിയിലെ എദേസയിലാണ് ഈ സുറിയാനി ഭാഷാഭേദം രൂപപ്പെട്ടു വന്നത്. ഈ എദേസയെക്കുറിച്ച് പറയുമ്പോൾ തോമാസ് ലീഹായുടെ ശിഷ്യനായിരുന്ന അബ്ദായിയുടെ സുവിശേഷ പ്രഘോഷണത്താലും സഭാപ്രവർത്തനത്താലും രൂപപ്പെട്ടു വന്ന ഒരു ക്രൈസ്തവ സമൂഹമാണ് എദേസയിലെ സഭ എന്ന് പറയുന്നത്. നമ്മുടെ സഭയും തോമാസ് ലീഹായുടെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ 16-ാം നൂറ്റാണ്ട് വരെ ആരാധനക്രമവും ഭരണരീതികളും സാംസ്കാരിക തനിമയുമൊക്കെ വെച്ച് പുലർത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൽദായ സഭയിലെ ഒരു വ്യക്തി സഭ എന്ന നിലയിൽ ഇന്ത്യയിലെ മർത്തോമ നസ്രാണി സഭ പൗരസ്ത്യ സുറിയാനി ആരാധന പാരമ്പര്യത്തെ സ്വാഭാവികമായും സ്വന്തം പാരമ്പര്യമായി സ്നേഹിച്ച് ആദരിച്ച് സംരക്ഷിച്ചു പോന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും നസ്രാണികൾ തയ്യാറായിരുന്നു. 16-ാം നൂറ്റാണ്ട് വരെയും അത് അഭംഗുരം സംരക്ഷിച്ച് അനുഷ്ഠിച്ചു പോരുകയും ചെയ്തിരുന്നു. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാടെന്ന സ്ഥലത്ത് വാസ്കോഡിഗാമ കാലുകുത്തുകയും ഇന്ത്യയിൽ കോളനൈസേഷനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് നടത്തുകയും ചെയ്തു. പിന്നീട് അവർ ഗോവ കീഴടക്കുകയും ധാരാളം മിഷണറിമാർ ഇന്ത്യയിലേക്ക് കടന്നു വരികയും സുവിശേഷ പ്രഘോഷണത്തിനായിട്ടുള്ള വലിയൊരു ഏരിയ അവരുടെ മുമ്പിൽ തുറക്കുകയും ചെയ്തു. പ്രസ്തുത കാലയളവിൽ കേരളത്തിൽ നിലനിന്നിരുന്ന നസ്രാണി സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചും സുറിയാനി ക്രൈസ്തവരെക്കുറിച്ചും കേൾക്കുകയും എന്നാൽ സുറിയാനികളുടെ ആരാധനക്രമവും ജീവിത രീതികളും അനുഷ്ഠാനങ്ങളും തികച്ചും വ്യത്യസ്തമായതിനാൽ അതിനെ സ്വീകരിക്കുവാനോ അംഗീകരിക്കുവാനോ അതിനെക്കുറിച്ച് പഠിക്കുവാനോ തയ്യാറാകാതെ തങ്ങൾക്ക് സുപരിചിതമായിരുന്ന ലത്തീൻ രീതികളും പാരമ്പര്യങ്ങളും മാത്രമാണ് ശരിയായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് എന്നുള്ള അന്ധവിശ്വാസത്തിൽ മുഴുകി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ആ ക്രിസ്ത്യൻ പാരമ്പര്യത്തെ, ആ ക്രിസ്ത്യൻ കൾച്ചറിനെ തുടച്ചു മാറ്റുവാനുള്ള പാഴ്വേലകളാണ് അവർ ശ്രമിച്ചത്. ഉദയംപേരൂർ സൂനോദോസിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കിയാൽ നമ്മൾക്കിത് മനസ്സിലാകും. അന്ന് തദ്ദേശത്ത് നിലനിന്നിരുന്ന സുറിയാനി ക്രൈസ്തവരുടെ എല്ലാ പാരമ്പര്യങ്ങളും ആരാധനാ രീതികളും അനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും പാടെ തച്ചുടച്ചുകൊണ്ട് ലാറ്റിനൈസ് ചെയ്താൽ മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനികളാകൂ എന്നുള്ള വ്യർത്ഥമായ വിശ്വാസത്തിൽ തങ്ങളുടെ മുമ്പിൽ തങ്ങൾക്ക് മനസ്സിലാകാതെ നിന്നിരുന്ന തദ്ദേശീയരുടെ എല്ലാ സംസ്കാരങ്ങളെയും നശിപ്പിക്കുവാനും അങ്ങനെ നാട്ടിലെ സുറിയാനി സഭയുടെ മേൽ ലത്തീൻ സഭയുടെ ആരാധനാ രീതികൾ അടിച്ചേൽപ്പിക്കുവാനുമുള്ള ഒരു
കളമൊരുക്കുകയാണ് ചെയ്തത്. ഇതിനെ ചെറുത്തു നിന്ന പശ്ചാത്തലവും കൂനൻ കുരിശ് സത്യം എന്ന് അറിയപ്പെടുന്ന നാട്ടുകാരുടെ തദ്ദേശീയരുടെ എതിർപ്പും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാവുന്നതാണ്. തങ്ങളുടെ പാരമ്പര്യങ്ങളെ എന്തു വില കൊടുത്തും സംരക്ഷിക്കുവാനും അതിനുവേണ്ടി പോരാടുവാനും ഉറച്ച തദ്ദേശീയരായുള്ള വിശ്വാസികളുടെ തങ്ങളുടെ പാരമ്പര്യത്തോടുള്ള സ്നേഹവും തങ്ങൾ സ്വീകരിച്ച വിശ്വാസ പൈതൃകം അനന്തര തലമുറകൾക്ക് കൈമാറുവാനുള്ള അവരുടെ വലിയ വ്യഗ്രതയും ഈ തരത്തിലുള്ള സമരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് 3 നൂറ്റാണ്ടോളം മർത്തോമാ നസ്രാണികൾ പാശ്ചാത്യ ലത്തീൻ ഭരണത്തിൻ കീഴിൽ കഴിയേണ്ടി വന്നു. ഈ കാലഘട്ടത്തിൽ പൗരസ്ത്യ സുറിയാനി റീത്തുകാരായ മർത്തോമാ നസ്രാണികളെയും ലത്തീൻ സഭയുടെ ഒരു ഭാഗമെന്നതുപോലെ അധികാരികൾ കരുതിപ്പോന്നു. അതിനാൽ മർത്തോമാ നസ്രാണികൾക്ക് സ്വന്തം തനിമയിലും വ്യക്തിത്വത്തിലും വളർന്ന് വികസിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സഭയുടെ വ്യക്തിത്വത്തിൻ്റെ മുഖ്യ ഘടകമായ ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആധ്യാത്മികത, ശിക്ഷണക്രമം ഇവയിലെല്ലാം ലത്തീൻ സഭയോടെ അനുരൂപപ്പെടുത്തുവാനുള്ള സമ്മർദ്ദങ്ങൾക്ക് മർത്തോമാ നസ്രാണി സഭ ഇരയാകേണ്ടി വന്നു. തങ്ങളുടെ സഭയുടെ പൗരസ്ത്യ വ്യക്തിത്വത്തെക്കുറിച്ചും തനിമയെക്കുറിച്ചും ബോധ്യമുണ്ടായിരുന്ന നസ്രാണികളും അവരുടെ വൈദികരും അവ വീണ്ടെടുക്കുന്നതിന് അത്യന്തം ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അവസാനം പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അനുകൂലമായ പ്രതികരണമുണ്ടായ നിർണായക സംഭവമാണ് 13-ാം ലയോ മാർപ്പാപ്പ 1887 മെയ് 20 സുറിയാനിക്കാർക്കായി കോട്ടയം, തൃശ്ശൂർ എന്നീ വികാരിയത്തുകൾ സ്ഥാപിച്ചത്. അതായത് അതുവരെ 3 നൂറ്റാണ്ടോളം ലത്തീൻ സഭയുടെ ഭാഗമെന്ന പോലെ കരുതിയിരുന്ന സുറിയാനിക്കാരെ വീണ്ടും ലത്തീൻകാരിൽ നിന്നും വേർതിരിച്ച് അവർക്ക് വേണ്ടി മാത്രമായി 2 വികാരിയത്തുകൾ സ്ഥാപിക്കുകയായിരുന്നു. അതുവഴി മർത്തോമാ നസ്രാണികൾ തങ്ങളുടെ പൗരസ്ത്യ വ്യക്തിത്വവും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യവും വീണ്ടെടുത്തു വളർത്തുവാൻ മാർപ്പാപ്പ വഴിയൊരുക്കുകയായിരുന്നു. പൗരസ്ത്യ സഭകളുടെ മഹത്വത്തെയും അവയുടെ വിലപ്പെട്ട പാരമ്പര്യങ്ങളെയും കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന 13-ാം ലയോ മാർപ്പാപ്പയുടെ ഉറച്ച തീരുമാനം നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായി. വികാരിയത്തുകളുടെ ആരംഭം കുറിച്ച നമ്മുടെ സഭയുടെ പുനരുദ്ധാരണ പ്രക്രിയ 1992 സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തിയതോടെ നൈയാമികമായി പൂർത്തിയായി എന്ന് പറയാം. അതായത് സ്വന്തം വ്യക്തിത്വവും തനിമയും വീണ്ടെടുത്ത് ഒരു സ്വതന്ത്ര വ്യക്തിസഭയായി വളരാനുള്ള അധികാരവും അവകാശവും നമ്മുടെ സഭയ്ക്ക് കൈവന്നു. 1887 സുറിയാനി വികാരിയത്ത് സ്ഥാപിച്ച കാലത്ത് നമ്മുടെ പൂർവിക തലമുറയ്ക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പൗരസ്ത്യ തനിമകളെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഭാവി വളർച്ചയെക്കുറിച്ചും സ്വന്തം സമുദായത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ചും വ്യക്തവും ശക്തവുമായ ബോധ്യങ്ങളും വിശാലമായ കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നതായി സമകാല രേഖകളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. 2-ാം വത്തിക്കാൻ സുഹ്നോദോസിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഓറിയൻ്റൽ സഭകളെക്കുറിച്ചുള്ള ഒരു ഡിക്രി ഓറിയൻ്റാലിയം എക്ലേസിയാറും എന്നുള്ളതാണ്. അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തിസഭയ്ക്ക് ചരിത്രത്തിൻ്റെ കുത്തൊഴുക്കിൽ തങ്ങളുടെ തനിമയും സംസ്കാരവും ആരാധന രീതികളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ കാണിക്കുന്ന പരിശുദ്ധ സിംഹാസനം കാണിക്കുന്ന ഈ ഒരു വലിയ തുറവി എന്ന് പറയുന്നത് എല്ലാ ശിഷ്യന്മാരുടെയും പ്രവർത്തനങ്ങൾ വിവിധങ്ങളായ സഭയെ രൂപീകരിച്ചപ്പോൾ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ക്രിസ്തു സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അവിടുത്തെ സാംസ്കാരിക തനിമയോടുകൂടി ജൈവികമായി അവിടുത്തെ സഭ വളർന്നപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട സാംസ്കാരിക പാരമ്പര്യങ്ങളും തനിമകളും എല്ലാം നിലനിന്നാൽ മാത്രമേ
യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തോമാസ് ലീഹായുടെ സഭയായ ഭാരത സുറിയാനി സഭ അഥവാ കൽദായ സഭ അഥവാ സുറിയാനി സഭയിൽ നിന്നുള്ള ആരാധനക്രമങ്ങൾ നമ്മുടെ പൂർവികന്മാർ അഭംഗുരം 16-ാം നൂറ്റാണ്ട് വരെ അനുഷ്ഠിച്ചു പോന്നിരുന്നുവെന്നും അത് തന്നെ വീണ്ടെടുക്കണമെന്നും അതിൻ്റെ തനിമയിലേക്ക് കൊണ്ടുവരണമെന്നും സഭാ നേതാക്കന്മാരെയും സിനഡ് മെത്രാന്മാരെയും സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ആഹ്വാനം ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയാൽ യേശുക്രിസ്തു ആകുന്ന സത്യത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണകോണം നഷ്ടപ്പെടുകയാണ് എന്നുള്ള ആധുനിക ചിന്തയുടെ വലിയൊരു പ്രതിഫലനമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, സഭ തൻ്റെ തനിമ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടുത്തുവാനായിട്ട് സഭാ ചരിത്രത്തെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ചില ആൾക്കാർ അക്ഷീണം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കർദിനാൾ ടെസറാങ്ങിന്റെ വാക്കുകൾ ഇവിടെ വളരെ പ്രസക്തമാണ്. ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു, കാരണം ഞാൻ നിങ്ങളുടെ സഭയുടെ ചരിത്രം അറിയുന്നു. നമ്മുടെ സഭയുടെ ചരിത്രം സ്നേഹത്തോടുകൂടി വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് സഭയെ സ്നേഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ പൂർവികർ എത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചാണ് ഈ 300 വർഷക്കാലം വൈദേശികമായ രാഷ്ട്രീയ ശക്തികൾ ഉണ്ടായിരുന്നിട്ട് പോലും പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് സുറിയാനി ആരാധനക്രമം തന്നെ അവർ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിച്ചത് അവരുടെ ഉള്ളിൽ നിലനിന്നിരുന്ന ആ അണഞ്ഞു പോകാത്ത സഭാസ്നേഹമാണ്. ഇന്ന് നമ്മൾ നമ്മുടെ സഭയെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കി സഭാ സിനഡ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പരിശുദ്ധ പിതാവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ അനുസരിച്ച് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഈ സഭയെ അതിൻ്റെ തനിമയിലേക്ക് വളർത്തുകയും അതിൻ്റെ ജൈവികമായ വളർച്ച പ്രക്രിയയിൽ ഭാഗവാക്കുകളാകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പറ്റം ആൾക്കാർ ഈ സഭയെ സമൂഹ മധ്യത്തിൽ അടച്ചാക്ഷേപിക്കുവാനും സഭയെ താഴ്ത്തിക്കെട്ടുന്നവരുടെ കൂടെ എല്ലാ മീഡിയയിലും ചെന്ന് സഭയെ കുറ്റം പറയുവാനും സഭയുടെ ലീഡർഷിപ്പിനെ ഇകഴ്ത്തുവാനും പോപ്പിനെ തള്ളിപ്പറയുവാനും വിഭജിച്ചു പോകാനും സ്വാർത്ഥ താൽപ്പര്യക്കാരായ പൈശാചികമായ ഇൻറ്റൻഷൻ വാശിയോടുകൂടി ജനങ്ങളിലേക്ക് തള്ളിവിടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ശരിക്കും നമ്മുടെ സഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സഭ മുറിഞ്ഞു പോകാതെ സ്വാന്തനം നൽകി അവരെ നന്മയിലേക്കും ഉയർച്ചയിലേക്കും വളർച്ചയിലേക്കും അവരുടെ സംരക്ഷണത്തിനും ഉതിരേണ്ട സമയത്ത് സഭാ ലീഡർഷിപ്പിനെതിരായി സഭാ സിനഡിനെതിരായി പ്രസംഗിച്ചുകൊണ്ട് ആ സിനഡിൻ്റെ തീരുമാനങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട് അവരെ ചലഞ്ച് ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് എല്ലാത്തിനെയും ധിക്കരിക്കുന്ന ഒരു ധിക്കാരികളുടെ ഒരു കൂട്ടായ്മയായിട്ട് ഇതിനെ മാറ്റുവാനായിട്ട് ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ നമ്മൾ കണ്ടെത്തുകയും അതിനെ തള്ളിപ്പറയുകയും സഭ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം സഭയോട് കൂടെ നിന്നുകൊണ്ട് പരിശുദ്ധ പിതാവിനോട് കൂടെ നിന്നുകൊണ്ട് സിനഡ് പിതാക്കന്മാർക്ക് കൂടെ നിന്നുകൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കേണ്ട സമയം ഇതാ വന്നിരിക്കുന്നു. തൻ്റെ തിരുവിഷ്ടമനുസരിച്ച് യാതൊരു കേടുപാടും കൂട്ടാതെ ഈ സഭയെ കാത്തുരക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.